ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഞാൻ അഖില ബിബി. HSSC നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇന്ന് 20 ദിവസമായി അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഇത്ര നാൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നന്നായിട്ട് പഠിക്കാം എന്നെല്ലാം വിചാരിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവും അല്ലേ? എത്രയോ നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്നും ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള സമയം കിട്ടുന്നത് വളരെ കുറച്ച് സമയമാണ് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് മുമ്പേ പ്രിപ്പറേഷൻസ് ആരംഭിച്ചവരുണ്ടാവും. ഇനി ഒരു പ്രിപ്പറേഷൻസ് ആരംഭിക്കാത്തവരും ഉണ്ടാവും അല്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വരുന്ന സമയം എന്ന് പറയുന്നത് ഇത്രയും നാളും പഠിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വലിയ സിലബസ് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുമെന്ന്. അത്ര വലിയ സിലബസ് ഒന്നും അല്ല, പക്ഷെ കണ്ടന്റ് ഉണ്ട്. വലിയ സിലബസ് അല്ല, നമ്മുടെ HSCക്ക് പഠിച്ചതുപോലെ അത്രയോ അധികം പോർഷൻസ് ഒന്നും പഠിക്കാനില്ല. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ സ്വന്തം സുവോളജി മാത്രം പഠിച്ചാൽ മതി. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എന്തൊക്കെയോ 2-3 തവണയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവയാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇനിയൊന്ന് പഠിച്ചു തുടങ്ങി ഒരു 2-3 തവണ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഓർമ്മകളെല്ലാം വരും കേട്ടോ. ഇനി പഠിച്ചു തുടങ്ങണോ വേണ്ടിയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടാവും അല്ലെ? ഒരു മൊഡ്യൂൾ പോലും കംപ്ലീറ്റ് ചെയ്യാൻ, ഇനിയും ഒരു മൊഡ്യൂൾ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും CC എന്ന് പറയുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ഗൈഡൻസ് ഇവിടെ ആവശ്യമാണ്, പ്രത്യേകിച്ച് HSSCക്ക്. എന്തുകൊണ്ടാണ് ഈ ഗൈഡൻസ് ആവശ്യം എന്ന് വെച്ചാൽ, ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രമാത്രം പഠിക്കണം എന്ന വലിയൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ ഒരുപാടാണ് അല്ലേ? ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുന്ന ഇഷ്ടംമാതിരി നോട്ട് കിട്ടും. യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും, ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, ജെമിനിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, അതുപോലെ തന്നെ ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ കിട്ടാവുന്ന സോഴ്സുകൾ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പക്ഷേ ഇത്രയും സോഴ്സ് എല്ലാം ഉപയോഗിച്ച് പഠിക്കാനുള്ള സമയം നമുക്കുണ്ടോ? ഇല്ല. എന്നാൽ ഒരു ബുക്ക് ഉപയോഗിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ബുക്ക് അവൈലബിൾ ആണോ? അതുമല്ല അല്ലെ? കുറച്ച് PDF-കളൊക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ എന്നാലും ഈ ഒരു കംപ്ലീറ്റ് സിലബസ് അനുസരിച്ചുള്ള ബുക്സുകൾ മേടിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ഏതെങ്കിലും ഒരു ഗൈഡൻസ് നോക്കുന്നത് അല്ലേ? CC ഇസ് എ ബെറ്റർ ഓപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ. CCയിൽ പഠിക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട്. CC ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് പറയാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മുടെ റിസൾട്ട് തന്നെയാണ് അല്ലെ? കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് ആയാലും ഏറ്റവും മോശമല്ലാത്ത രീതിയിലുള്ള റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഒരു ഫേമിൽ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പഠനത്തിന് ഒരു സിസ്റ്റമാറ്റിക്സ്, അല്ലെങ്കിൽ നമ്മുടെ പഠനം ഒരു സിസ്റ്റമാറ്റിക് ആകും. എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം, പഠിക്കേണ്ട പോലെ പഠിക്കണം അല്ലേ? അത് ആ പഠിക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത്. പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ കുറേയധികം എക്സാംസ് എഴുതണം. പിന്നെ വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ്സുകളെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും പല ടെൻഡൻസി ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഇത് തന്നെയല്ലേ, അല്ലെങ്കിൽ ഇതാണോ അതാണോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഏതെങ്കിലും നെഗറ്റീവ്, നമുക്ക് ഉറപ്പായിട്ട് നമുക്കൊരു 100% പോലും പോയിട്ട് ഒരു 50% പോലും ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. എന്തിനും അത് കറുപ്പിച്ച് കളയാനായിട്ട്. ഇനി എങ്ങാനും ശരിയായാലോ എന്ന് വിചാരിച്ച് നമ്മൾ കറുപ്പിച്ച് കളയുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ അവിടെ എല്ലാം നമ്മൾ മാർക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് നെഗറ്റീവ് മാർക്ക് കുറച്ച് കൊണ്ടുവരാനാണ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് മാർക്ക് കുറച്ച് നമ്മൾ എങ്ങനെ കൊണ്ടുവരും? ഒരു സുപ്രഭാതത്തിൽ ഓടിപ്പോയി പരീക്ഷ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ആ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അവന് ടെൻഡൻസി ആയിരിക്കും അത് മുഴുവൻ അങ്ങ് കറുപ്പിച്ച് കളഞ്ഞേക്കാം. ഇനി ഇൻ കേസ് എങ്ങാനും ശരിയായി പോയാലോ എന്നുള്ള ടെൻഡൻസി അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ പതുക്കെ ഓരോ എക്സാംസ് എഴുതി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന 2 മാർക്കായിരിക്കും. പക്ഷേ നെഗറ്റീവ് അല്ല എന്ന് 100% ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് വിചാരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ നെഗറ്റീവ് മാർക്സിനെ നമ്മൾ ഒഴിവാക്കിയെടുക്കാനായിട്ട്. ആദ്യത്തെ തവണ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ തവണ എഴുതുമ്പോഴേക്കും, ഇത് ഞാൻ പറഞ്ഞത് നേരിട്ട് പോയി PSC എക്സാം എഴുതി 2 മാർക്ക് മേടിക്കുന്ന കാര്യമല്ല. നമ്മൾ ഇപ്പോൾ CCയിൽ നിങ്ങൾ ജോയിൻ ചെയ്തെന്ന് വിചാരിച്ചു, ഇവിടെ നടക്കുന്ന ഓരോ വീക്കെൻഡുകളിലും എക്സാം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ വീക്കെൻഡിൽ നടക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മാത്രമേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. രണ്ടാമത്തെ എക്സാമിനാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി. അപ്പം നമുക്കൊരു 4 മാർക്ക് കിട്ടും. പിന്നെ ഒരു 6 ആയി, പിന്നെ ഒരു 10 ആയി, 12 ആയി, 20 ആയി, 28 ആയി. ഒരു 50 മാർക്കൊക്കെ മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും എവിടെ എത്തിച്ചേരും? 6ാം ലിസ്റ്റിൻ്റെ ഏറ്റവും നല്ല ഒരു ഹയസ്റ്റ് ലെവലിൽ നിങ്ങൾ എത്തിച്ചേരും അല്ലേ? അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരിക്കലും ഒരു എക്സാം നേരിട്ട് പോയി എഴുതി ഒറ്റയടിക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കില്ല. ഇവിടെ നമ്മൾ നമ്മുടെ മനസ്സിനൊന്ന് കൺട്രോൾ ചെയ്യണം. ആ കൺട്രോളിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് എക്സാംസ് എഴുതണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും എക്സാംസ് എല്ലാം ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എത്ര കണ്ടന്റ് പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഇല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ട് കഴിവുള്ള ഒരു കൂട്ടം ടീച്ചേഴ്സാണ് HSSC സുവോളജി ക്ലാസ് എടുക്കാനുള്ളത്. നിങ്ങൾ പലപ്പോഴും വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ടാവും. സോയി മിസ്സിനെ ആയാലും അല്ലെങ്കിൽ അഞ്ജിത മിസ്സിനെ ആയാലും എൻ്റെ ക്ലാസ്സുകളായാലും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും CCയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ CCയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന
കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചേക്കുക. അപ്പോൾ ധൈര്യമായിട്ട് CCL ജോയിൻ ചെയ്തോളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ജെനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെ. ജെനറ്റിക്സ് മോളിക്കുലർ ബയോളജി ഒന്നും പഠിക്കാതെ നമുക്ക് ഒരു കാരണവശാലും HSS എക്സാം ഒന്നും എഴുതിയെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരുപാട് വലിയ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അതിനോടൊപ്പം ഏറ്റവും ലോവസ്റ്റ് ലെവലുള്ള ഒരു +12 ബേസിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് വരും. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മ്യൂട്ടേഷനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കിയാലോ. നിങ്ങളൊക്കെ മ്യൂട്ടേഷനൊക്കെ ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. HSC പഠിച്ച് നിങ്ങളെ സംബന്ധിച്ച് മ്യൂട്ടേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ പ്രൈമറി മെക്കാനിസം ലീഡിംഗ് ടു ദി അന്യൂപ്ലോയിഡി ഡ്യൂറിംഗ് മിയോസിസ്? Unequal crossing over during prophase. B. Reciprocal translocation between non-homologous chromosomes. Option C. Non-distinction of homologous chromosomes or sister chromatids. Option D. Endo-duplication of the entire genome. ഇതാണ് എൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് അന്യൂപ്ലോയിഡി? എന്താണ് അന്യൂപ്ലോയിഡി എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. എന്താ അന്യൂപ്ലോയിഡി എന്ന് വെച്ചാൽ അതൊരു ക്രോമോസോമൽ ന്യൂമറിക്കൽ അബ്രേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഈ അന്യൂപ്ലോയിഡി വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അബ്രേഷൻസ് എന്ന് പറഞ്ഞത് ക്രോമോസോം നമ്പറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് മൂലം, ക്രോമോസോം നമ്പർ കൂടുന്നത് മൂലമോ ക്രോമോസോം നമ്പർ കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ക്രോമോസോംസിനെ നേടിയെടുക്കുന്നത് കൊണ്ടോ ഒരു ക്രോമോസോംസിനെ ആ ജീനോമിൽ നിന്ന് വിട്ടുകൊടുക്കുന്നത് മൂലമോ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. അത് +1 ആവാം, -1 ആവാം, -2 ആവാം. ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഈ അന്യൂപ്ലോയിഡി വരാനുള്ള കാരണം എന്താ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഓപ്ഷൻ സി ആണ്, നോൺ ഡിസ്ജങ്ഷൻ ആണ്. ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി, നോൺ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ് ഓർ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെ. ഒരു മിയോസിസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ ഒരു മിയോസിസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 2n നമ്പർ ആയിട്ടുള്ളവ എന്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഒരു നോർമൽ കേസിൽ 2n നമ്പർ ആയിട്ടുള്ള എന്തായിട്ട് മാറും? n നമ്പർ ആയിട്ട് ഗ്യാമേറ്റ്സുകളായിട്ട് മാറും അല്ലെ. അതായത് പേരന്റിലുള്ള 2n എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഗ്യാമേറ്റ്സ് ആകുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറാറുണ്ട്? n നമ്പർ ആയിട്ട് മാറാറുണ്ട്. ഗ്യാമേറ്റ്സിൽ എപ്പോഴും ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് മിയോസിസ് നടന്ന എത്രയായിട്ടാണ് കിട്ടാറ്? n ആയിട്ടായിരിക്കും കിട്ടുക അല്ലെ. ചില കേസിൽ എന്ത് സംഭവിക്കും? ഈ കംപ്ലീറ്റ് n ആയി കിട്ടാതെ ഇതിനകത്തോടൊപ്പം എന്തുണ്ടാവും? ഒരു 1 ക്രോമോസോംസ്. അതായത് ഇതാണ് ഒരു ഹോമോസോം എങ്കിൽ ഇതെന്ത് സംഭവിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് സെഗ്രിഗേഷൻ നടന്നില്ല, ഗ്യാമേറ്റ് ഫോർമേഷൻ സമയത്ത് ഇങ്ങനെയാണ് ഇതിന് വരേണ്ടത്. പക്ഷെ ചില കേസിൽ എന്ത് സംഭവിക്കും അറിയാമോ? ഇങ്ങനെ വരാതെ നേരെ ഈ ക്രോമോസോംസിൽ നിന്നുള്ളത് എന്ത് ചെയ്യും? ഇത് ഡിവൈഡ് ചെയ്യാതെ ഇതിങ്ങനെ തന്നെ എങ്ങോട്ട് വരും? ഈ ഗ്യാമേറ്റ്സിനകത്തോട്ട് വരും. ഒരെണ്ണം മാത്രം ഡിവൈഡ് ചെയ്യും, ഒരെണ്ണം ഡിവൈഡ് ചെയ്യും. വരാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ എത്ര കിട്ടും നമുക്ക്? 2n+1 എന്ന് പറയുന്ന ഒരു ക്രോമോസോം നമ്പർ കിട്ടും അല്ലെ. അങ്ങനെ വരുന്ന അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നോൺ ഡിസ്റ്റിങ്ഷൻ. പലതരത്തിലുള്ള നോൺ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട്. ഒന്ന് മിയോട്ടിക് ആയിട്ടുള്ള നോൺ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോട്ടിക് ആയിട്ട് നടക്കുന്ന നോൺ ഡിസ്റ്റിങ്ഷൻസും ഉണ്ട്. ഇനി എന്താണ് നോൺ ഡിസ്റ്റിങ്ഷൻ നമ്മൾ പറഞ്ഞത് അല്ലെ? അത് എന്തിന്റെ നോൺ ഡിസ്റ്റിങ്ഷനോ? ഹോമോലോഗസ് ക്രോമോസോംസിന്റെയോ അല്ലെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെയോ നോൺ ഡിസ്റ്റിങ്ഷൻ മൂലമാണ് ശരിക്കും എന്ത് സംഭവിക്കാനുള്ള കാരണം? അന്യൂപ്ലോയിഡി സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓർത്തിരുന്നോണം, അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ക്രോമോസോമൽ ഡിസോർഡർ ആണ്. എന്തുമൂലമാണ് സംഭവിക്കുന്നത്? ക്രോമോസോം നമ്പർ 1 or 2 ആഡ് ചെയ്യപ്പെടുകയോ കുറയോ, അതായത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസ് അല്ല, ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ് അല്ല അവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. പകരമോ ആ ഹോമോലോഗസ് ക്രോമോസോംസിന്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 പാർട്ടോ അല്ലെങ്കിൽ ഒരു ഹോമോലോഗസ് ക്രോമോസോം ഉള്ളതിനകത്തുനിന്ന് ഒരു സെറ്റ് കുറയുന്നത് മൂലമോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ക്രോമോസോമൽ നമ്പറിലുണ്ടാകുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെയാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഈ അന്യൂപ്ലോയിഡി സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്? നോൺ ഡിസ്ജങ്ഷൻ ആണ് അല്ലെ. മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഉണ്ട്, മിയോട്ടിക് നോൺ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഇവിടെ മിയോട്ടിക് നോൺ ഡിസ്റ്റിങ്ഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ ഹോമോലോഗസ് ക്രോമോസോംസോ അല്ലെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സോ എന്ത് ചെയ്യപ്പെടില്ല? ഒരിക്കലും അവർ സെപ്പറേറ്റ് ആയിട്ട് വരില്ല. ഇതുമൂലം ഉണ്ടാകുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അന്യൂപ്ലോയിഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഡിപ്ലോയിഡ് ഓർഗാനിസം 2n = 24. 2n = 24. ഒരു ഓരോ ഓർഗാനിസത്തിനകത്ത് ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് 2n ആണ് അല്ലെ. ദാറ്റ് ഈസ് എല്ലാ ഓർഗാനിസത്തിനകത്തും ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2n തന്നെയാണ് അല്ലെ. ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഇവിടെ ആ ക്രോമോസോംസിന്റെ നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. ഇവിടുത്തെ ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത്. ഹൗ മെനി ക്രോമോസോംസ് വുഡ് ബി പ്രസന്റ് ഇൻ എ നള്ളിസോമിക് ഇൻഡിവിജ്വൽ? ഹൗ മെനി ക്രോമോസോംസ്
ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ എ നള്ളിസോമി ക്രോമസോംസ്. നമുക്കറിയാം നള്ളിസോമി എന്ന് പറയുന്നത് എന്ത് കണ്ടീഷനാണ്? ഒരു അനൂപ്ലോയിഡി കണ്ടീഷനാണ്. അനൂപ്ലോയിഡി കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു അനൂപ്ലോയിഡ് കണ്ടീഷനാണ് അല്ലെ. അതിനകത്ത് 2n നമ്പറിനോടൊപ്പം ഒരെണ്ണം ആഡ് ചെയ്യുന്നതോ കുറയുന്നതോ ഇല്ലെങ്കിൽ 2 പാർട്ട് ആഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള കണ്ടീഷൻ, 2 പാർട്ട് ആഡ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ 2 എണ്ണം കുറയുന്നതോ ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത്. ഈ പറയുന്നവയെല്ലാം എന്ത് കണ്ടീഷൻസ് ആണ്? ഇവയെല്ലാം അനൂപ്ലോയിഡി കണ്ടീഷനാണ്. അനൂപ്ലോയിഡി കണ്ടീഷനാണ്. +1 ആകാം, -1 ആകാം, +2 ആകാം, -2 ആകാം അല്ലെ. ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിനെ എല്ലാം തന്നെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് അനൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഇതിനകത്ത് ക്രോമോസോം നമ്പർ കുറയുന്ന കണ്ടീഷൻ, അതായത് 2n സെറ്റിൽ നിന്നും ഒരു ക്രോമോസോം നമ്പർ നഷ്ടപ്പെടുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നള്ളിസോമിക് കണ്ടീഷൻ എന്ന് വിളിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് 2n എന്ന് പറയുന്നത് 24 വിച്ച് ഓഫ് ദി ക്രോമോസോം വുഡ് ബി പ്രസന്റ് ഇൻ എ നള്ളിസോമിക് കണ്ടീഷൻ. ഒരു നള്ളിസോമിക് കണ്ടീഷനകത്ത് ക്രോമോസോം നമ്പർ നഷ്ടപ്പെടുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ എത്ര ക്രോമോസോംസ് ആണ് നഷ്ടപ്പെടുന്നത്? 2 ക്രോമോസോംസ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ 24 2 ക്രോമോസോംസ് പോയി കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 22 കിട്ടുക അല്ലെ. ഒരു നള്ളിസോമിക് കണ്ടീഷൻ അത് ക്രോമോസോം നമ്പർ അനുസരിച്ചാണ്. ഇപ്പൊ 12 ആണെങ്കിൽ 10. എത്ര ക്രോമോസോം നമ്പർ ഉണ്ടോ അതിനകത്തുനിന്ന് 2 ക്രോമോസോംസ് കുറയുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നള്ളിസോമി. ഇപ്പൊ ട്രൈസോമി കണ്ടീഷൻ ഉണ്ട്. എന്താ ട്രൈസോമി എന്ന് വെച്ചാൽ ആ ഉള്ള ക്രോമോസോംസിനോടൊപ്പം എന്ത് കൂടി കൂടും? ഒരു ക്രോമോസോംസ് കൂടി കൂടും. ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അതായത് ഒന്നുകിൽ ടർണർ സിൻഡ്രോം, ഇല്ലെങ്കിൽ ഡൗൺവേർഡ് സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പറ്റോവ് സിൻഡ്രോം എന്ന് വേണ്ട പല സിൻഡ്രോംസും അതിന്റെ കാരിയോടൈപ്സ് എല്ലാം എഴുതാനായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പം ഈ നള്ളിസോമി എന്താണ്, ട്രൈസോമി ഉണ്ട്, ടെട്രാപ്ലോയിഡ് എന്താണ്, പ്ലോയിഡി കണ്ടീഷൻ എന്താണ്, അങ്ങനെ പറയുന്ന എല്ലാ കണ്ടീഷൻസിനകത്തും വരുന്ന കാരിയോടൈപ്പ് നിങ്ങൾ കാരിയോടൈപ്പ് മാത്രമല്ല അതിന്റെ ജീനോടൈപ്പ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിച്ചേ മതിയാകും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ the context of evolution, why is polyploid considered more common in plants than animals? അതായത് ഒരു പോളിപ്ലോയിഡിക് കണ്ടീഷനകത്ത് എന്തുകൊണ്ടാണ് പ്ലാന്റ്സിലാണെങ്കിൽ പോളിപ്ലോയിഡി എന്ന് പറയുന്ന കണ്ടീഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്ലാന്റ്സിലാണ്, അനിമൽസിനെ അപേക്ഷിച്ച്. അനിമൽസിനുണ്ട്, പക്ഷെ വളരെ കുറഞ്ഞ അനിമൽസ്, ഇപ്പോൾ ആംബിബിയൻസ്, ഇൻസെക്ട്സ്, ഫിഷ്, ഈ പറയുന്ന ഓർഗാനിസത്തിലൊക്കെ മാത്രമേ എന്തിനെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളൂ? ഈ പോളിപ്ലോയിഡിയെ നോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ മിക്കവാറും എല്ലാ പ്ലാന്റ്സുകളിലും നമുക്ക് എന്തിനെ കാണാം? പോളിപ്ലോയിഡി എന്ന് പറയുന്ന കണ്ടീഷൻ കാണാം. എന്താണ് അതിന് കാരണം എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ കാരണം, അനിമൽ ജീനോംസ് ആർ ടു സ്മോൾ ടു ഡബ്ലിംഗ് ആണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. നെക്സ്റ്റ് വൺ, പ്ലാന്റ്സ് ഓഫൺ പോസസ് asexual reproduction modes and that can stabilize new polyploid lineage. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പ്ലാന്റ്സിന് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? ഒരു സെൽഫ് പോളിനേഷനുള്ള അല്ലെങ്കിൽ എസെക്ഷൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ ആണ് അവർ കണ്ടുവരുന്നത്. എല്ലാ ഓർഗാനിസത്തിലല്ല, അങ്ങനെ എസെക്ഷൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസവും ഉണ്ട്. modes that can stabilize new polyploid changes. That is the correct answer. Next one, what is the expected gametic output of the autotetraploid organism assuming simple bivalent pairing? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഏതിൻ്റെയാണ് അല്ലെങ്കിൽ ഒരു ഓട്ടോടെട്രാപ്ലോയിഡിന്റെ ജനറ്റിക് ഔട്ട്പുട്ട് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ഓട്ടോ ടെട്രാപ്ലോയിഡിന്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു പ്ലോയിഡ് ആണ് അല്ലെ. ഓട്ടോ ടെട്രാപ്ലോയിഡും ഉണ്ട്, അതുപോലെ തന്നെ ട്രൈ ടെട്രാപ്ലോയിഡ് ഉണ്ട്, ഹെക്സാ ടെട്രാപ്ലോയിഡ് ഉണ്ട്, അങ്ങനെ വേണ്ട പലതരത്തിലുള്ള പ്ലോയിഡുകളുണ്ട് അല്ലെ. പലതരത്തിലുള്ള പ്ലോയിഡുകളുണ്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് എത്ര? 2n. 4n ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4n ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഏത് ക്രോമോസോമുള്ള കുട്ടികളിൽ നിന്നാവാം 4n നമ്പർ ഉള്ള ഒരു ഓട്ടോ ടെട്രാപോയിഡ് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ടെട്രാപോയിഡ്സ് ആണ്. ഓട്ടോ ടെട്രാപോയിഡ്സും ഉണ്ട്, അലോ ടെട്രാപോയിഡ്സും ഉണ്ട്. അതായത് ഓട്ടോ ടെട്രാപോയിഡ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അതായത് സെയിം ജീനോമിനയിൽ സെയിം സ്പീഷീസിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെയിം സ്പീഷീസിനകത്ത് കാണുന്ന, ഇതിപ്പോൾ ഒരു ഹോമോലോഗസ് ക്രോമോസോംസ് ആണെങ്കിൽ ഇതൊരു സെയിം ഹോമോലോഗസ് ക്രോമോസോംസ് ആണ് അല്ലെ. ഇതൊരു പർട്ടിക്കുലർ സ്പീഷീസിലാണ് കാണുക. അതിനകത്ത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭാഗം എന്നല്ല, ഈ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യപ്പെടും? ഡബിൾ ചെയ്യപ്പെടും അല്ലെ. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ആണ് എന്ത് നടക്കുന്നത്? ഈ ഓട്ടോ ടെട്രാപ്ലോയിഡ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അലോപ്ലോയിഡി ആയാലും ഓട്ടോപ്ലോയിഡി ആയാലും അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ആണ്. അവിടെ ഉള്ള ജീനോംസിന്റെ ഇരട്ടിക്കലാവാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നോൺ ഹോമോലോഗസ് ക്രോമോസോംസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ അത് ഒറിജിനലിനോടൊപ്പം അതുകൂടി എന്ത് ചെയ്യപ്പെട്ടേക്കാം? ആഡ് ചെയ്തേക്കാം. അങ്ങനെയൊക്കെയാണ് എന്ത് നടക്കുന്നത്? ടെട്രാപ്ലോയിഡ് നടക്കുന്നത്. അപ്പോൾ 4n നമ്പർ ഉള്ളതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഓർഗാനിസംസിനാണ്
അതിൻ്റെ ഒരു ബൈബാലന്റ് പെയറിംഗ് ഉണ്ടാവുക അല്ലെ. നമുക്ക് തീർച്ചയായിട്ടും പറയാം 4n ആണ് ക്രോമസോം നമ്പർ എങ്കിൽ എത്രയാണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ 2n ഗ്യാമേറ്റ്സുകളാണ്. ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, ഡിപ്ലോയിഡ് 2n ഗ്യാമേറ്റ്സ്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ഇത് എങ്ങനെ കിട്ടുന്നതെന്ന്. 4n എന്ന് പറയുന്നതാണ് എന്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ. ഈ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നടക്കണം 2n + n എന്നാണെന്ന് വിചാരിച്ചോ. നമുക്കൊരു ഔട്ട്പുട്ട് 4n എന്ന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കണം അല്ലെ. എങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടന്നാൽ മാത്രമേ 2n വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് എന്ത് കിട്ടൂ? ഒരു ഔട്ട്പുട്ട് എന്തായിട്ട് കിട്ടുകയുള്ളൂ? ഒരു 4n എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ആ ഔട്ട്പുട്ട് കിട്ടാനുള്ള കാരണമാകുന്നത് എന്താണെന്നാണ്, ഇല്ലെങ്കിൽ ഏത് ക്രോമോസോംസിനാണെന്ന് ചോദിച്ചത്. അപ്പോൾ 4n ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്ര ഗ്യാമേറ്റ്സുകൾ ഉണ്ടാവണം? 2n നമ്പറിലുള്ള 2 ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? 4n നമ്പറിലുള്ള ഒരു പ്രോജനിയെ കിട്ടൂ. ഓർത്തിരുന്നോളുമല്ലോ. അതായത് ഇപ്പൊ ട്രിപ്ലോയിഡ് ഓർഗാനിസംസ് ആണെന്ന് വിചാരിക്കുക. ട്രിപ്ലോയിഡ് ഓർഗാനിസംസ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? കാരണം ഇതൊരു ഇതൊരു പ്ലോയിഡ് ആണ് അല്ലെ. എപ്പോഴും ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ ക്രോമോസോംസ് നമ്പർ ആഡ് ചെയ്യപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് ടെട്രാപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ് കണ്ടീഷൻ? ഡിപ്ലോയിഡ് 2n ഗ്യാമേറ്റ്സ് ആണ് കണ്ടീഷൻ. Next condition. Colchicine is frequently used in cytogenetics to induce polyploidy. How does it achieve this? കോളികൈസിൻ എന്ന് പറയുന്നത് ഇതൊരു ഡ്രഗ് ആണ്, അല്ലെങ്കിൽ ഇതൊരു മെഡിസിൻ, ഇതൊരു കെമിക്കലാണ്. മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കെമിക്കലാണ്. എന്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതാ? സ്പിൻഡിൽ ഫോർമേഷന്റെ ഡെവലപ്മെന്റിനെ വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഏതെന്ന് പറയുന്നത്. മെഡിസിൻ എന്നല്ല, ഒരു കെമിക്കലാണ് ഏതെന്ന് പറയുന്നത് കോൾച്ചിസൈൻ എന്ന് പറയുന്നത്. ഈ കോൾച്ചിസൈന് എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ബൈ പ്രൊമോട്ടിങ് റാപ്പിഡ് RNA DNA റിപ്ലിക്കേഷൻ ആണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഈ റാപ്പിഡ് DNA റിപ്ലിക്കേഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താ? ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ പറയും ക്രോമോസോം ഡബ്ലിംഗ് എന്ന് വിളിക്കും. അങ്ങനെ ക്രോമോസോം ഡബ്ലിംഗ് നടക്കുന്ന സമയം എന്ന് പറയുന്നതാണ് ഇത് റാപ്പിഡ് DNA റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബൈ ഇൻഡ്യൂസിങ് ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്സ് ഇൻ DNA. അതെന്തായാലും അല്ലല്ലോ. ബൈ ഇൻഹിബിറ്റിംഗ് ദ ഫോർമേഷൻ ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിൽ. ഓപ്ഷൻ ഡി ദ പ്രിവെന്റിംഗ് ദ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. ഇതെന്താ ചെയ്യുക? കോൾച്ചിസൈൻ എന്ന് പറയുന്ന കെമിക്കൽ എന്തിനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? അത് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ആ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ആരംഭിച്ചിട്ടുണ്ടാവും? സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ആരംഭിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ സ്പിൻഡിൽ ഫൈബേഴ്സ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? അവരവിടെ തന്നെ എവിടെ നിൽക്കും? അവിടെ തന്നെ റിട്ടേൺ ചെയ്യും അല്ലെ. അതെന്തിന് കാരണമാകും? ഒരു ഡബിളിങ്ങിന് കാരണമാകും. അതിന് നമ്മൾ ക്രോമോസോം ഡബിളിംഗ് എന്ന് വിളിക്കും. നമ്മൾ പഠിക്കും ഇനി ഉടനെ തന്നെ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബൈ ഇൻഹിബിറ്റിംഗ് ദ ഫോർമേഷൻ ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിൽ. അപ്പോൾ മൈറ്റോട്ടിക് സ്പിൻഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സുകളൊന്നും നടക്കില്ല അല്ലെ. കാരണം ആ ക്രോമോസോംസിനെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ മൂവ് ചെയ്യണമെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് വേണം. അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്പിൻഡിൽ ഫൈബേഴ്സ് വേണം. അങ്ങനെ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫെയിലിയറിനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് കോൾച്ചിസൈൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ബൈ പ്രിവെന്റിംഗ് ദി ഫോർമേഷൻ ഓഫ് ദി ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടും എന്തിനു ഉപയോഗിക്കും? നമ്മൾ ഈ പറഞ്ഞ കോൾച്ചിസൈനിനെ ഉപയോഗിക്കും. ഇനി എവല്യൂഷൻ ആൻഡ് പോളിപ്ലോയിഡി. എന്തെല്ലാമാണ് എവല്യൂഷൻ എന്ന് നോക്കാം. സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് ഈ പ്ലാന്റ്സിൽ മാത്രം ഇത് വെക്കാനുള്ള കാരണം എന്ന് നോക്കാം. ആൻ അനിമൽ ജീനോംസ് ആർ ടു സ്മോൾ ടു സപ്പോർട്ട് ഡബ്ലിംഗ്. The plants often possess a sexual reproduction mode that can stabilize a new polyploid lineage. Option C, animals have more robust DNA repair mechanisms that prevent genome doubling. Option D, plant cells lacks a mitotic spindle, making polyploidy individuals. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അല്ലെ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ പോളിപ്ലോയിഡി നടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിപ്ലോയിഡി ആർട്ടിഫിഷ്യലായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇതെല്ലാം ആരിലാണ്? അനിമൽസിലാണോ? അല്ല, അനിമൽസിലല്ല ഒരിക്കലും. ആരിലാണ്? പ്ലാന്റ്സിലാണ് അല്ലെ. എന്തുകൊണ്ടാണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ. കാരണം അവരിൽ കണ്ടുവരുന്ന റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള റിപ്രൊഡക്ഷനാണ്? എസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. അതാണ് ഒരു കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ എസെക്ഷൽ റിപ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം ദാറ്റ് മോഡ് ക്യാൻ സ്റ്റെബിലൈസ് എ ന്യൂ പോളിപ്ലോയിഡ് ലീനേജ്. അടുത്ത ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടും ആരെ കൊണ്ട് സാധിക്കും? ഈ പറയുന്ന എസെക്ഷൽ റിപ്രൊഡക്ഷനെ കൊണ്ട് സാധിക്കും. In a reciprocal translocation, if the adjacent one segregation pattern occurs, what is the typical result for the gametes? Gametes that are always non-viable, completely normal diploid gametes, gametes with double chromosome sets, aneuploidy like gametes with duplication and deletions. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ? In a
റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, രണ്ട് സെഗ്മെന്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് അല്ലെ. ഇത് രണ്ട് DNA ആണെങ്കിൽ ആ DNA രണ്ട് സെഗ്മെന്റുകൾ തമ്മിൽ. പിന്നെ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ, ഇഫ് ദി അഡ്ജസന്റ് വൺ സെഗ്രിഗേഷൻ പാറ്റേൺ occurs, what is the typical result for gametes? Option A, gametes that are always viable. Option B, completely normal diploid gametes. Option C, gamete with a double chromosome set. Option D, aneuploid like gametes with duplications and deletions. ട്രാൻസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരെണ്ണത്തിനകത്തുള്ള ക്രോമസോം സെഗ്മെന്റ് അടുത്ത ക്രോമസോംസിലോട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴിയാണ് നടക്കുന്ന മ്യൂട്ടേഷൻ. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ പലതരത്തിലാണ്. ഒന്ന്, അഡ്ജസന്റ് വൺ സെഗ്രിഗേഷൻ ഉണ്ട്, 2 സെഗ്രിഗേഷൻ ഉണ്ട്, ദെൻ നോൺ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഈ പറയുന്ന കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഈ പാറ്റേൺസ് പരസ്പരം എക്സ്ചേഞ്ച്, മിയോട്ടിക് എറർ മൂലമായിരിക്കാം ഇത് സംഭവിക്കുന്നത് അല്ലെ. അതെന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനിൽ എന്തായിരിക്കും ആ ഗ്യാമേറ്റ്സിൽ സംഭവിക്കുക എന്നാ ചോദിക്കുക. അതായത് ഒരു റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷന് അഡ്ജസന്റ് വൺ സെഗ്രിഗേഷൻ മൂലമാണ് ഇത് നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? ഓപ്ഷൻ എ, ഗ്യാമേറ്റ് ദാറ്റ് ആർ ഓൾവേസ് നോൺ വൈലബിൾ, കംപ്ലീറ്റ്ലി നോർമൽ ഡിപ്ലോയിഡ് ഗാമേറ്റ്സ് വിത്ത് ഡബിൾ ക്രോമോസോം സെറ്റ്. ഓപ്ഷൻ ഡി, അന്യൂപ്ലോയിഡ് ലൈക്ക് ഗാമേറ്റ്സ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻസ് ആൻഡ് ഡിലീഷൻസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അന്യൂപ്ലോയിഡ് ലൈക്ക് ഗാമേറ്റ്സ് വിത്ത് ഡ്യൂപ്ലിക്കേഷൻസ് ആൻഡ് ഡിലീഷൻസ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം നമുക്ക് നോക്കാം. അഡ്ജസന്റ് വൺ സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ ഇത് 2 ക്രോമോസോംസ് ആണ് എങ്കിൽ എന്ത് ചെയ്യും, ഈ അഡ്ജസന്റ് ആയിട്ടുള്ളവ തമ്മിലായിരിക്കും എന്ത് നടക്കുന്നത്, പെയറിങ് നടക്കുന്നത്. അങ്ങനെ പെയറിങ് നടന്നതിന് ശേഷം വരെ ഉണ്ടാകുന്ന കണ്ടീഷൻ അതെന്തിന് കാരണമാകും, തൊട്ടടുത്തുള്ള ക്രോമോസോംസിന് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഷെയർ ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്തിന് കാരണമായിട്ടുണ്ടാകും, ഡ്യൂപ്ലിക്കേഷൻ കാരണമാകാം. അത് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ, സെയിം ക്രോമോസോം സെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയാം അല്ലെ. സെയിം ക്രോമോസോം കണ്ടന്റ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. ഇനി അടുത്തത് ഡിലീഷൻസ് ഉണ്ട്. ചില കേസുകളിൽ എന്ത് സംഭവിക്കും, ഡിലീഷൻ സംഭവിക്കും. ഈ ഡിലീഷൻസ് മൂലമോ ഡ്യൂപ്ലിക്കേഷൻ മൂലമോ സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ളതായിരിക്കാം, ഇതൊരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷനായി. ഇതൊരു അൺഎംപ്ലോയിഡ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് എങ്ങനെ സംഭവിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പോളിപ്ലോയിഡ് ഇൻവോൾവ്സ് ദി ഡബിളിംഗ് ഓഫ് ക്രോമോസോം സെറ്റ് വിച്ച് ഡിറൈവ്ഡ് ഫ്രം 2 ഡിഫറെന്റ് സ്പീഷീസ്? ഇതൊരു പോളിപ്ലോയിഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസിനെ അല്ലെങ്കിൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസ് ഫോം ചെയ്യുന്ന അഡീഷണൽ ആയിട്ട്, അതായത് നോർമൽ ക്രോമോസോംസ് ഉണ്ട്, അതിനോടൊപ്പം ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസ് പിന്നെയും കാണപ്പെടുന്ന കണ്ടീഷനെ നമ്മളെന്ന് വിളിക്കുന്നത് പ്ലോയിഡി എന്ന് വിളിക്കുക. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസ് എക്സ്ട്രാ കാണപ്പെടുന്നതുകൊണ്ടാണ് പോളിപ്ലോയിഡി എന്ന് നമ്മൾ പറയുന്നത്. ഈ പോളിപ്ലോയിഡിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓട്ടോ പോളിപ്ലോയിഡി ഉണ്ട്, അലോ പോളിപ്ലോയിഡി ഉണ്ട്. ഇതിനകത്ത് ഓട്ടോ പോളിപ്ലോയിഡി എന്ന് വെച്ചാൽ സെയിം സ്പീഷീസിന്റെ സെഗ്മെന്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോ പോളിപ്ലോയിഡി. അതേസമയം അലോ പോളിപ്ലോയിഡി എന്ന് വെച്ചാൽ 2 ഡിഫറെന്റ് സ്പീഷീസിന്റെ ഹോമോലോഗസ് ക്രോമോസോംസിനകത്തുള്ള കണ്ടന്റുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ നടക്കുന്ന ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഡ്യൂപ്ലിക്കേഷൻ. അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക അലോ പോളിപ്ലോയിഡി എന്ന് വിളിക്കുക. അപ്പൊ പോളിപ്ലോയിഡി എന്ന് വെച്ചാൽ എന്താണ്, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസ് അഡീഷണൽ ആയിട്ട് വരുന്ന കണ്ടീഷനെ പോളിപ്ലോയിഡി എന്ന് വിളിക്കുന്നത്. ഈ പോളിപ്ലോയിഡി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്താണ് അലോപ്ലോയിഡിയും രണ്ടാമത്താണ് ഓട്ടോപ്ലോയിഡി എന്ന് പറയുന്നത്. ഓട്ടോപ്ലോയിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം സ്പീഷീസിനകത്തുള്ള സെയിം ഹോമോലോഗസ് ക്രോമോസോംസിനകത്തുള്ള ജീൻസ് കണ്ടന്റ് എന്ത് ചെയ്യും, അവർ ഇരട്ടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻസ്. അതേസമയം 2 സ്പീഷീസിന്റെയാണ് ക്രോമോസോം സെല്ലിൽ 2 സ്പീഷീസിന്റെ ക്രോമോസോം സെറ്റിൽ നിന്നാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ക്രോമോസോം സെഗ്മെന്റ് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നതെങ്കിൽ, അങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അലോ പോളിപ്ലോയിഡി. പുറത്തു നിന്നുള്ള പോളിപ്ലോയിഡി അല്ലെങ്കിൽ പോളിപ്ലോയിഡി എന്ന് പറയുന്നത് ക്രോമോസോംസിന്റെ ഡ്യൂപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്, അലോ പോളിപ്ലോയിഡിയും ഉണ്ട്, ഓട്ടോ പോളിപ്ലോയിഡിയും ഉണ്ട്. ഓട്ടോ എന്ന് വെച്ചാൽ സെൽഫ് എന്നല്ല അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ തന്നെയാണ്. സെയിം സ്പീഷീസിന്റെ ക്രോമോസോംസിൽ നിന്നുണ്ടാകും, ഹോമോലോഗസ് ക്രോമോസോംസിനകത്ത് ഉണ്ടാകുന്ന ആ ജീനുകളുടെ ഡ്യൂപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഓട്ടോ പോളിപ്ലോയിഡി എന്ന് വിളിക്കുന്നത്. അതേസമയം അലോ പോളിപ്ലോയിഡി എന്ന് പറയുന്നത് അങ്ങനെയല്ല, 2 സ്പീഷീസിന്റെ ജീനോംസ് തമ്മിലാണ്, അവിടെ ഒരു ഹൈബ്രിഡ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഹൈബ്രിഡ് ഫോം, ഓട്ടോ പോളിപ്ലോയിഡിൽ എന്ത് ഫോം ചെയ്യില്ല, ഒരു ഹൈബ്രിഡ് ഒന്നും ഫോം ചെയ്യില്ല. ഇതിനകത്ത് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പോളിപ്ലോയിഡി ഇൻവോൾവ്സ് ദ ഡബിളിംഗ് ഓഫ് ക്രോമോസോംസ് എന്നാണ്. അതായത് ക്രോമോസോം ഡബിളിംഗ് നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനും വേറൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഡിഫറെന്റ് സ്പീഷീസ്. 2 ഡിഫറെന്റ് സ്പീഷീസിൽ നിന്നുള്ള ക്രോമോസോംസിന്റെ ഡബിളിംഗ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ അത് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് അലോ
പോളിപ്ലോയിഡി. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് മനസ്സിലായാലോ? അലോ പോളിപ്ലോയിഡി, ഓട്ടോ പോളിപ്ലോയിഡി, ദെൻ അന്യൂപ്ലോയിഡി, ദെൻ പാരാസെന്റിക് ഇൻവേർഷൻസ്. എന്താ? ഇത് ഒരു ക്രോമോസോമൽ അബറേഷൻസ് ആണ് അല്ലെ. സാധാരണഗതിയിൽ നമ്മുടെ ഇൻവേർഷൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ക്രോമോസോമൽ മ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. ഇൻവേർഷൻസ് എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഒരു DNA സെഗ്മെന്റ് അത് അങ്ങനെ തന്നെ റൊട്ടേറ്റ് തലതിരിഞ്ഞ്, ഇപ്പൊ ABC എന്നുള്ളതാണെങ്കിൽ CBA എന്നുള്ള രീതിയിൽ തലതിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതിനെ നമ്മൾ ഇൻവേർഷൻസ് എന്ന് വിളിക്കുക. അതിനകത്ത് രണ്ട് തരത്തിലുള്ള ഇൻവേർഷൻസ് ഉണ്ട്. പാരാസെന്റിക് ഇൻവേർഷൻസും ഉണ്ട്, അതുപോലെ തന്നെ പെരിസെന്റിക്കും ഉണ്ട്. ഇതിനകത്ത് സെൻട്രോമിയർ ഉൾപ്പെടാത്തുള്ള ഇൻവേർഷൻസിന് പറയുന്ന പേരാണ് എന്ത്? പാരാസെന്റിക്. അതേസമയം സെൻട്രോമിയറിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻവേർഷൻസിന് നമ്മൾ നിന്ന് വിളിക്കും പെരിസെന്റിക് എന്ന് പറയും. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു, ഓപ്ഷൻ എ അലോ പോളിപ്ലോയിഡി ആണ്. അപ്പൊ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? അപ്പൊ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ CC-യിലേക്ക്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.